ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള വഴുതനങ്ങ മസാലയാണിത്. ബർവ ബൈങ്കനാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ വഴുതനങ്ങ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 5 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യാം. മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി സൈഡിലുള്ള ഈ ഒരു പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചെറിയ വഴുതനങ്ങ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് തണ്ടോടുകൂടി തന്നെയാണ് നമ്മളിത് കറിയിലേക്ക് ചേർക്കുന്നത്. ഇതിനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്. ഒരു പകുതിയിൽ കൂടുതൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. തിരിച്ചും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പകുതിയിലേറെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വഴുതനങ്ങയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഓരോന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 5 വഴുതനങ്ങയും ഇവിടെ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണയായിട്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മസ്റ്റർഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് വീണ്ടും മസാല തയ്യാറാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 ഭാഗം വേവാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ പാകത്തിന് വഴുതനങ്ങ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയും 1 തക്കാളിയും 2 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ടിതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നേരത്തെ വഴുതനങ്ങ വഴറ്റിയെടുത്ത അതേ കടായിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ജീരകം ചേർത്തത്. 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 നുള്ള് കായം പൊടിച്ചതാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങ വഴറ്റിയെടുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീണ്ടും ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് അരച്ചെടുത്ത തക്കാളിയുടെയും സവാളയുടെയും കൂട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഈ മസാലയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സവാള നമ്മൾ വഴറ്റാതെയാണല്ലോ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് പാകത്തിന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മിക്സിയിൽ അരച്ചെടുത്ത ആ കൂട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ശരിക്കുള്ള
ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ഒരു കറിയായിട്ടല്ല തയ്യാറാക്കുന്നത്. നല്ല കുറുകിയിരിക്കുന്ന ഒരു വഴുതനങ്ങ മസാല പോലെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊരു 1/4 ഭാഗം നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായിട്ടുള്ള വഴുതനങ്ങ മസാല ഇവിടെ റെഡിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വഴുതനങ്ങ മസാലയാണിത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്